അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശ്രീ ഇ കുഞ്ഞികൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു നേച്ചർ ഫോട്ടോഗ്രാഫർക്ക് എപ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടത് പ്രകൃതിയോട് തന്നെയാണ്. ഇതിൽ 100-ലധികം പടങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്കറിയാം ഓരോ ഫോട്ടോഗ്രാഫറുടെയും ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷം അദ്ദേഹത്തിന് എന്തുമാത്രം ആത്മസംതൃപ്തിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കലക്റ്റീവായിട്ടുള്ള ഈ 100-ലധികം പിക്ചേഴ്സിൻ്റെ ഒന്നിച്ചുള്ള ഒരു ശക്തി ഒന്നാലോചിച്ച് നോക്കണം. ഓരോ ഫോട്ടോഗ്രാഫറുടെയും ഒരു ഏറ്റവും ആത്മസംതൃപ്തി കിട്ടിയ പടമാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത് സബ്ജക്റ്റിനനുസരിച്ച്. പിന്നെ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും നല്ല പടം ഒരിക്കലും കിട്ടാറില്ല. ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഈസ് നെവർ ടേക്കൺ എന്നാണ് പറയുക. നമുക്ക് നഷ്ടപ്പെടുന്ന ചില നിമിഷങ്ങളുണ്ട്, അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല പടമായിട്ട് മാറേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഈസ് നെവർ ടേക്കൺ ബൈ എ ഫോട്ടോഗ്രാഫർ. അതൊരിക്കലും നമുക്ക് കിട്ടാറില്ല. നമുക്ക് മിസ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ് ഏറ്റവും നല്ല ഫോട്ടോ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്ന ചില ഫ്രെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ മുമ്പൊക്കെ നമ്മൾ ഈ ഫിലിം ഉപയോഗിച്ച് പടം എടുക്കുമ്പോഴൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ്, നമ്മൾ കാട്ടിനകത്തോട്ട് ഒരു ഭാഗത്തോട്ട് നടക്കുമ്പോൾ കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ ഫിലിം പെട്ടെന്നൊക്കെ തീർന്നു പോകും. കാരണം വളരെ കൂടുതൽ ഫിലിം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും അന്നില്ലായിരുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോഴായിരിക്കും ഒരുപാട് നല്ല സന്ദർഭങ്ങൾ. അന്നേരം ഫിലിമൊന്നും ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഈ ക്യാമറയിലെ ബാറ്ററി തീർന്നു പോയി കാണാം. അങ്ങനെയുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് ഫോട്ടോഗ്രാഫീസ് നെവർ ടേക്കൺ എന്നല്ല. പലപ്പോഴും നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാറില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നേച്ചർ ഫോട്ടോഗ്രാഫി ക്ലബിന് പ്രകൃതിയോടാണ് പ്രതിബദ്ധത വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ജൈവവൈവിധ്യമാണ് കാണിച്ചിരിക്കുന്നത്. മുഴുവനും ബയോഡൈവേഴ്സിറ്റി എലമെൻസിനെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നിലനിന്നാൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയ്ക്കും പടം എടുക്കാനുള്ള സബ്ജക്ട്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റ് വേണ്ടത് ഇതിൻ്റെ സംരക്ഷണത്തിനാണ്. എല്ലാം ഭീഷണി നേരിടുന്ന മൃഗങ്ങളും ഒക്കെയാണ്. ഓരോ പ്രദേശവും ഭീഷണി നേരിടുന്നുണ്ട്. ഇതിൽ ചില പ്രത്യേക പ്രദേശങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഭീഷണി നേരിടുന്നുണ്ട്. വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പക്ഷികളുടെ, ഇപ്പോൾ വേഴാമ്പലുകൾ, അതുപോലെ തന്നെ പെയിൻറ്റഡ് സ്റ്റോക്സ് ഉണ്ട്. അത്തരം പക്ഷികളുടെ അവരുടെ തണ്ണീർത്തടങ്ങളിലുള്ള പക്ഷികൾ, എല്ലാ തണ്ണീർത്തടങ്ങളും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൺസർവേഷനും അതിൻ്റെ സംരക്ഷണത്തിനും കൂടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് ഓരോ ഫോട്ടോഗ്രാഫറിനുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു അത് സാർത്ഥകമാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. തീർച്ചയായിട്ടും ആ സബ്ജക്റ്റിനോടുള്ള റെസ്പെക്റ്റ് അത് കാണിക്കുക. അതിനുള്ള ചില എത്തിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യത്തിന് ഈ കോമ്പറ്റീഷനിൽ എവിടെയും കൂടുകളുടെ പടം വന്നില്ല. പക്ഷിക്കൂടുകളുടെ പടങ്ങൾ പൊതുവെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം അത് പലപ്പോഴും അൺഎത്തിക്കലായിട്ടുള്ള ചില പ്രാക്ടീസുകൾക്ക് വഴിവെക്കുന്നുണ്ട് എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഫോട്ടോഗ്രാഫറും, ഓരോ നേച്ചർ ഫോട്ടോഗ്രാഫറും ഒരു പ്രകൃതി സംരക്ഷകൻ കൂടിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതിനുള്ള ആൾക്കാരെ കൂട്ടുന്ന ഒരു വേദിയായിട്ട് ഇത് മാറണം.